നമസ്കാരം. പശ്ചിമ ബംഗാളിൽ NIA സംഘം ആക്രമിക്കപ്പെട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ ഭൂപതി നഗറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ 2022 നടന്ന സ്ഫോടന കേസ് അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെയാണ് നിലവിൽ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. NIA സംഘത്തിന്റെ കാറിനു നേർക്ക് ഇഷ്ടികകൾ എറിയുകയായിരുന്നു. പുലർച്ചെ 5:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ മാസം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 8 തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ NIA ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണം അതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് സന്ദേശ് ഖാലിയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റാരോപിതനായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ വന്ന ED സംഘത്തിന് നേർക്കും വലിയ ആക്രമണ പരമ്പര തന്നെ ഉണ്ടായിരുന്നു. ED സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അന്ന് പരിക്കേറ്റിരുന്നു. ഇതിനു മുൻപ് CBIയുടെ ഓഫീസിന് നേർക്ക് പശ്ചിമ ബംഗാളിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അന്വേഷണ ഏജൻസികളെ വിരട്ടി ഓടിക്കുന്ന ഒരു നിലപാടിലേക്ക് മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാൾ കടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ എന്തായാലും ഈ ഒരു സംഭവത്തിൽ വ്യാപകമായ അന്വേഷണം നടത്താൻ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. നിലവിൽ ഈ പ്രദേശത്ത് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ കേന്ദ്ര സൈന്യം ഉൾപ്പെടെ വിന്യസിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ അവിടെ സ്ഥിതിഗതികൾ സമാധാനപരമാണ്. പക്ഷേ ഈ ഒരു ആക്രമണം അത് വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ കണക്കിലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.